അങ്ങനെ നമ്മുടെ കിടുക്കാച്ചി പൊതിച്ചോറിലേക്ക് പോയാലോ? അങ്ങനെ നല്ല കുഞ്ഞു മണിയൻ കുത്തിരിച്ചോറിട്ട് കൊടുക്കാം. ഇന്ന് രാവിലെ ഒന്നും കഴിക്കാത്തത് കാരണം നല്ല വിശപ്പായിരിക്കും. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ച് അധികം ചോറിട്ട് കൊടുക്കാന്നേ. അങ്ങനെ നല്ല കുഞ്ഞുമണിയും കുത്തിരിച്ചോറിട്ട് കൊടുത്തു. ഇന്ന് സ്പെഷ്യലായിട്ട് എന്താ ഉള്ളതെന്നറിയോ? നല്ല കിടുക്കാച്ചി കപ്പപ്പുഴുക്ക്. അങ്ങനെ നല്ല കിടുക്കാച്ചി കപ്പപ്പുഴുക്ക് സൈഡിൽ വെച്ചു. വെക്കണമെന്ന് നിർബന്ധം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു മുളക് ചമ്മന്തി, കാന്താരിയും ചെറിയുള്ളിയും പുളിയും കൂടെ വെച്ച കണ്ട വെളിച്ചെണ്ണ ഇറ്റ് വീഴുന്ന ചമ്മന്തി വെച്ച് കൊടുത്തു. പിന്നെ എന്താ വെച്ച് കൊടുക്കേണ്ടതെന്നറിയാവോ? അതിൻ്റെ മേളിലേക്ക് 2 മത്തിക്കുഞ്ഞന്മാരെ ഇങ്ങനെ ചാറോട് കൂടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഇലക്കകത്ത് പൊതിഞ്ഞ മത്തിയും കപ്പയും കൂടി തിന്നാനുള്ള രുചിയുണ്ടല്ലോ, കണ്ടല്ലോ. പിന്നെ നമുക്ക് എന്നത്തെ പോലെ നമ്മുടെ നാടൻ കോഴിമുട്ട ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ, അവനെ വെച്ച് കൊടുക്കാം. അങ്ങനെ നാടൻ കോഴിമുട്ട വറുത്തത് വെച്ച് കൊടുത്തു. അങ്ങനെ നല്ല കിടുക്കാച്ചി മത്തി വറുത്തത് വെച്ച് കൊടുത്തു. കുഞ്ഞൻ മത്തിയല്ലേ, എത്ര വേണേലും പോന്നോട്ടെ, ഞാൻ കഴിച്ചോളാം എന്ന് പറയും. പിന്നെ കൂട്ടുകാരും ഉണ്ടല്ലോ. അങ്ങനെ കുഞ്ഞൻ മത്തി വറുത്തത് വെച്ച് കൊടുത്തു. നല്ല ബീറ്റ്റൂട്ട് മെഴുക്ക് വരട്ടി വെച്ചതാണ് കേട്ടോ. ചൊക്കാന്നിരിക്കുന്ന ബീറ്റ്റൂട്ടായിരുന്നു ഇന്ന് കിട്ടിയത്. അവനെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാ പിന്നെ ഇന്ന് ഒഴിച്ചു കൂട്ടാനല്ലേ നമുക്ക് മത്തിക്കറി ഒഴിച്ചു കൊടുക്കണ്ടേ. ഉപ്പിലിട്ടതില്ലെങ്കിൽ പിന്നെ എന്ത് പൊതിച്ചോറാന്നേ. അങ്ങനെ ക്യാരറ്റ് ഉപ്പിലിട്ടത്, മാങ്ങ ഉപ്പിലിട്ടത്, കാന്താരി അതും വെച്ച് കൊടുത്തു. ഇനി നമ്മുടെ കിടുക്കാച്ചി മത്തിക്കറി ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ 2 മത്തിയും വെച്ച് ഇത്തിരി ചാറ് ഒഴിച്ച് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കിടുക്കാച്ചി പൊതിച്ചോറിന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തൊക്കെയാണെന്നൊന്നും കൂടെ നോക്കിയാലോ? കപ്പപ്പുഴുക്ക്, മത്തിക്കറി, മുളക് ചമ്മന്തി, ഉപ്പിലിട്ട മാങ്ങ, നാടൻ കോഴിമുട്ട വറുത്തത്, ബീറ്റ്റൂട്ട് മെഴുക്ക് വരട്ടി, ചാള വറുത്തത്, മത്തിക്കറി. കണ്ടോ? ഒരു ദിവസമേ അച്ഛൻ എന്നോട് ചോദിച്ചു, നിനക്ക് ആരോടെങ്കിലും ലവ് ഉണ്ടോയെന്ന്. അന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇല്ലയെന്നൊരു കള്ളം പറഞ്ഞേ. ആ കള്ളം എനിക്കൊന്ന് തിരുത്തണം. ഒരുപാട് ആലോചിച്ചു. ഞാൻ പറഞ്ഞത് സത്യമാക്കണമെന്ന്. എല്ലാം നിർത്തി. പ്രേമിച്ച് നടക്കേണ്ട സമയമല്ലേ, പഠിക്കേണ്ട സമയമാന്നേ. പ്രേമം പ്രണയിക്കാനൊക്കെ ജീവിതകാലം മുഴുവൻ സമയമുണ്ടല്ലോ. കല്യാണം കഴിഞ്ഞും പ്രണയിക്കാം. അതായിരിക്കുമല്ലോ ഇത്തിരി കൂടി മനോഹരം. അതന്നെ ശരിക്കും കൂടുതൽ നല്ലതും. ഒരു ജോലിയൊക്കെ ആയിട്ട് ഒരു കല്യാണത്തെക്കുറിച്ചും പ്രേമത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുന്നതല്ലേ നല്ലത്. ഇപ്പം എക്സാം വരുവാന്നേ, നമുക്ക് പഠനത്തിലേക്ക് തന്നെ പോകണമെന്നൊരു തീരുമാനം അങ്ങ് എടുത്ത് 1ാം റാങ്ക് വാങ്ങണ്ടേന്നേ. അതിനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കോ. നമ്മളെ ഇത്രയും പഠിപ്പിച്ച് വലുതാക്കിയ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ അടുത്ത് നമുക്ക് നീതി പാലിക്കണ്ടേ? അവർ നമ്മളെ വിചാരിച്ചല്ലേ അവർ ഇത്രയും കഷ്ടപ്പെട്ടതും പഠിപ്പിച്ചതൊക്കെ. അപ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാകാതെ നമ്മുടെ പ്രണയവും ജീവിതവും വിവാഹവും ഒക്കെ. അപ്പോൾ അതിന് മുമ്പായിട്ട് പഠിക്കണം എന്നുള്ള ഒരു കാര്യം മാത്രം മനസ്സിലോർത്തോ. എക്സാം ആയില്ലേ?